ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലിസണിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ഐഡിയാസ് ആയിരുന്നു. ലിസണിങ്ങിൽ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ IELTSൻ്റെ എല്ലാ മൊഡ്യൂൾസും എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റീഡിംഗ് ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്തൊക്കെ ടാക്റ്റിക്ക് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തുടങ്ങാം. റീഡിങ്ങിനെ കുറിച്ചുള്ളതാണ്. ലിസണിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോസിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം റീഡിങ്ങിൻ്റെ ഫോർമാറ്റ് എന്താണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് റീഡിങ്ങിന് 1 മണിക്കൂറാണ് സമയം. നമ്മൾ ലിസണിങ്ങിന് പറഞ്ഞത് 40 മിനിറ്റാണ് ടൈം, അതിൽ 30 മിനിറ്റ് ഓഡിയോ, 10 മിനിറ്റ് ആൻസർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ടൈമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. ലിസണിങ്ങിന് 40 മിനിറ്റാണ് ടോട്ടൽ ടൈം വരുന്നത്. അതിൽ 30 മിനിറ്റ് ഓഡിയോയും 10 മിനിറ്റ് നിങ്ങൾക്ക് ആൻസർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ടൈമാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റീഡിങ് പറയുന്ന സമയത്ത് നമുക്ക് ടൈം വരുന്നത് 40 മിനിറ്റ് അല്ല, ലിസണിങ്ങിനെ പോലെ 40 മിനിറ്റ് അല്ല, മറിച്ച് 1 മണിക്കൂറാണ് ടൈം വരുന്നത്. ഓക്കെ, പക്ഷേ ലിസണിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് നിങ്ങൾക്ക് തരും. യു വിൽ ബി ഗിവൺ 10 മിനിറ്റ്സ് ടു ട്രാൻസ്ഫർ യുവർ ആൻസേഴ്സ് ടു യുവർ ആൻസർ ഷീറ്റ്. ആൻസർ ഷീറ്റിലേക്ക് ആൻസർ പകർത്തി എഴുതാനായിട്ടുള്ള ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ തരും. പക്ഷേ റീഡിങ്ങിൻ്റെ കേസിൽ ആ 10 മിനിറ്റ് ഉണ്ടായിരിക്കില്ല. മനസ്സിലായല്ലോ? ലിസണിങ്ങിന് 30 മിനിറ്റ് ഓഡിയോയും 10 മിനിറ്റ് ആൻസർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ടൈമുണ്ട്. പക്ഷേ റീഡിങ്ങിൽ ആകെ നമുക്ക് വരുന്നത് 1 അവറാണ്. ആ 1 അവറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ 1 അവറിനുള്ളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ആ 1 അവറിൽ നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് പകർത്തിയിട്ടുണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ടൈം തരുന്നതായിരിക്കില്ല. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ലിസണിങ് ടെസ്റ്റ് നമുക്ക് ലിസണിങ് ടെസ്റ്റ് വരുന്നത് നമ്മളെ അക്കാഡമിക്കിനാണെന്നുണ്ടെങ്കിലും ജനറലിനാണെങ്കിലും സെയിം ആണ്. ലിസണിങ് ഏതിനാണെങ്കിലും സെയിം ആണ്. നമ്മൾ പറഞ്ഞത് ഏത് അക്കാഡമിക് എഴുതുകയാണെങ്കിലും അതുപോലെ തന്നെ ജനറൽ എഴുതുകയാണെങ്കിലും നിങ്ങൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണം പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ജനറലിൻ്റെ റീഡിങ്ങും അതുപോലെ തന്നെ അക്കാഡമിക്കിൻ്റെ റീഡിങ്ങും എന്താണ് ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറയാം. നോക്കിയേ, സാധാരണ റീഡിംഗ് എന്ന് പറയുന്ന സമയത്ത് ലിസണിങ്ങിൽ 4 സെക്ഷൻസ് ആയിരുന്നു. ഓർമ്മയുണ്ടല്ലോ? ലിസണിങ് സെക്ഷൻ 1, 2, 3, 4 4 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഈച്ച് സെക്ഷൻ കണ്ടെയ്ൻസ് 10 ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ സെക്ഷനിലും 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 4 സെക്ഷൻ എന്ന് പറയുമ്പോൾ 40 ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇനി റീഡിങ്ങിൻ്റെ കേസിൽ വരുന്ന സമയത്ത് 3 സെക്ഷൻസ് ആണ് വരുന്നത്. റീഡിങ് അക്കാഡമിക്കിനാണെങ്കിലും ജനറലാണെങ്കിലും 3 സെക്ഷൻസ് ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷനിൽ ഏകദേശം 13 മുതൽ 14 ക്വസ്റ്റ്യൻസ് വരെയാണ് ഉണ്ടാകുന്നത്. 13-14 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത് ആദ്യത്തെ സെക്ഷനിൽ. മനസ്സിലായല്ലോ? അടുത്ത ടെസ്റ്റിൽ ഇതേപോലെ തന്നെ അടുത്ത സെക്ഷനിലും അതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അടുത്ത സെക്ഷനിലും അതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ വരുന്നത് 40 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 40 ക്വസ്റ്റ്യൻസ് 3 സെക്ഷൻസ്. ലിസണിങ്ങിലാണെങ്കിൽ 4 സെക്ഷൻസ് 40 ക്വസ്റ്റ്യൻസ്. ഇവിടെ 3 സെക്ഷൻസും 40 ക്വസ്റ്റ്യൻസുമാണ്. മനസ്സിലായല്ലോ? പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകൾ അതിലുണ്ടായിരിക്കാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അതിൻ്റെ ഐഡിയാസൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കിട്ടിയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ എക്സാം എഴുതാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നമ്മുടെ അഡ്വൈസുകളും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും എന്തിലുണ്ടാവും? നമ്മൾക്ക് തരുന്ന ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ടാവില്ല ക്വസ്റ്റ്യൻ്റെ, അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്ത് പറഞ്ഞ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? റീഡിങ് സ്ട്രാറ്റജീസ് ഓവർവ്യൂ. ഓക്കെ, നോക്കാം. എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ലിസണിങ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ റീഡിങ് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ആദ്യം ബുക്ക്ലെറ്റ് തരും. അതായത് എക്സാമിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബുക്ക്ലെറ്റ് തരും. അപ്പം തന്നെ എന്ത് ചെയ്യുക? ഒന്ന് വേഗം ഒന്ന് മറിച്ച് നോക്കുക, എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നോക്കി വെക്കുക. ലിസണിങ്ങിലും ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക. കാരണം ലിസണിങ്ങിൽ 3rd ടാസ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഈ ചോയ്സസ് ഉണ്ടല്ലോ, കുറേ ചോയ്സസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലെങ്തി ആയിട്ട് കുറേ ചോയ്സസ് ഉണ്ടാവില്ല, 3-4 ചോയ്സസ് ഉണ്ടാവും. ലെങ്തി ആയിട്ടുള്ള ചോയ്സസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വായിച്ചെത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ടൈം എങ്ങനെ നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കണം, അലൊക്കേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ അങ്ങനെ MCQ വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ടാസ്ക് വരുന്നുണ്ട്. ചിലപ്പോൾ 2nd ടാസ്കിൽ MCQ വരാം, 3rd ടാസ്കിലും വരാം. നോർമലി 3rd ടാസ്കിലാണ് MCQ വരുന്നത്. അപ്പോൾ അത് വായിക്കാനായിട്ടുള്ള ടൈം ഒന്ന് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ
സെക്കൻഡ് ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യാനായിട്ട് കുഞ്ഞൊരു സമയം തരും. ഓക്കെ, നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്യാനായിട്ടുള്ള, നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ടുള്ള ടൈം തരും. ആ ടൈം നിങ്ങൾ തേർഡ് ടാസ്കിലേക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു 3 സെക്ഷൻസാണ് വരുന്നത്. ഒരു സെക്ഷനിൽ ഏകദേശം 13 മുതൽ 14 ക്വസ്റ്റ്യൻസ് വരെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 1 മണിക്കൂറാണ് സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അതായത് 13 മുതൽ 14 വരെ ക്വസ്റ്റ്യൻസ്, അതായത് ഫസ്റ്റ് സെക്ഷൻ റീഡിങ്ങിൻ്റെ ഫസ്റ്റ് സെക്ഷൻ കവർ ചെയ്യാനായിട്ട് നിങ്ങൾ 20 മിനിറ്റോ അല്ലെങ്കിൽ അതിന് താഴെയോ സമയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 1 മുതൽ 1.5 മിനിറ്റ് വരെയാണ് മാക്സിമം. അതിൽ കൂടുതൽ ഒരു ക്വസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യരുത്. കിട്ടിയല്ലോ? അപ്പോൾ ഒന്നുകൂടി പറയാം, റീഡിങ്ങിന് 3 സെക്ഷൻസ് ഉണ്ട്. 1 മണിക്കൂറാണ് സമയം വരുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ 13 മുതൽ 14 ക്വസ്റ്റ്യൻസ് വരെയാണ് ഉണ്ടാകുന്നത്. ആ 13-14 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 20 മിനിറ്റാണ്. അതായത് ഒരു ക്വസ്റ്റിന് 1 മുതൽ 1.5 മിനിറ്റ് വരെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അതിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എക്സ്ട്രാ ടൈം തരില്ല ആൻസർ പകർത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ബുക്ക്ലെറ്റിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു, ആൻസർ കണ്ടെത്തി നേരെ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിലോട്ട് എഴുതുക. മറ്റേ കേസിൽ ലിസണിങ്ങിൽ നിങ്ങൾക്ക് ആ ബുക്ക്ലെറ്റിൽ തന്നെ എഴുതിയിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി, 10 മിനിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവും. ആ സമയത്ത് എഴുതിയാൽ മതി, ട്രാൻസ്ഫർ ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഒരു ബുക്ക്ലെറ്റ് ഇവിടെ പിടിക്കുന്നു, ആൻസർ ഷീറ്റ് ഇവിടെ പിടിക്കുന്നു, അങ്ങോട്ട് മാറ്റി എഴുതാന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉള്ളത്. എന്താണ്, 10 മിനിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സമയമുള്ളത്. അപ്പോൾ ആൻസർ ഷീറ്റ് ഒരു ഭാഗത്ത് വെച്ചിട്ട് ലിസണിങ് ചെയ്യുന്ന സമയത്ത് ലിസണിങ്ങിൻ്റെ ആ ബുക്ക്ലെറ്റിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് എഴുതി പോകും. അതിനുശേഷം ലിസണിങ് 30 മിനിറ്റ് കൊണ്ട് ലിസണിങ് തീർന്നു കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ഷീറ്റിലേക്ക് പകർത്തിയിടും. പക്ഷേ റീഡിങ്ങിൻ്റെ കേസിൽ അങ്ങനെയല്ല. റീഡിങ്ങിന് എന്ത് ചെയ്താൽ മതി, ഇത് വായിച്ച് നോക്കിയിട്ട് അതേ സെയിം സമയം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലോട്ടാണ് എഴുതേണ്ടത്, ഡയറക്റ്റായിട്ട് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഐഡിയ ഉണ്ടാവണം. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്, എന്താണ് നമ്മൾ നോക്കുന്നത്, അതിൻ്റെ സ്കിമ്മിങ്ങും സ്കാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്കിമ്മ് ചെയ്യണം, സ്കാൻ ചെയ്യണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുൾ, ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ പാസേജ് എന്ന് പറയാം, ഒരു പാരഗ്രാഫ് അല്ല, പാരഗ്രാഫുകളുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ കുറേ പാരഗ്രാഫുകൾ കൂടി ചേർന്നിട്ടുണ്ടെന്ന് പറയും നമ്മൾ പാസേജ് എന്ന് പറയുന്നത്. അപ്പോൾ പാസേജ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്, കുഞ്ഞ് പാരഗ്രാഫ് അല്ല, ഒരു പാസേജ് ആണെന്ന് തന്നിട്ടുണ്ട്. പാസേജ് കുറേ പാരഗ്രാഫുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു വലിയ പാസേജൊക്കെ വായിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഐഡിയ എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റീഡിങ് ഹാബിറ്റ് ഒന്നും ഇല്ലാത്ത ആളുകളാണ്, നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും, വായിക്കുകയും വേണം. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അർത്ഥമൊക്കെ മനസ്സിലാക്കി വായിക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഓടിച്ച് വായിച്ച് പോകാം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു ജിസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്, ടു ഗെറ്റ് ദ ജിസ്റ്റ് ഓഫ് ഇറ്റ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കിമ്മിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി അതിലെന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അത്തരത്തിലുള്ള വേർഡുകളോ അതിൻ്റെ സിനോണിംസോ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യലാണ് എന്തെന്ന് പറയുന്നത്, സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിമ്മിങ്ങും സ്കാനിങ്ങും എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. സ്കിമ്മിങ് സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒരു മൈൻഡിലൊരു ഐഡിയ എടുക്കുക. ഓക്കെ, നമ്മൾ പറയില്ലേ, ഒരു വലിയൊരു ഫിലിം ഉണ്ടെന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ ഫിലിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിൻ്റെ കഥ പറഞ്ഞു തീർക്കാൻ പറ്റും. കാരണം മനസ്സിലായില്ല, സമ്മറി. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓവർവ്യൂ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സ്കിമ്മിങ്ങോട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് പറയുന്നത് മാർക്കിംഗ് ആണ്. മാർക്കിംഗ് എങ്ങനെയാണെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞിരുന്നത് 40 ക്വസ്റ്റ്യനാണ് ഉള്ളത്. 40 ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാർക്ക്, ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ആൻസറിന് ഒരു മാർക്ക് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, തീർച്ചയായിട്ടും മാർക്ക് കുറഞ്ഞു പോകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഇടാൻ നോക്കിയാൽ സ്പെല്ലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൗണ്ട്സ് ആസ് എ റോങ് ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ആ റോങ് ആൻസറിൻ്റെ പറയുന്ന സ്പെല്ലിംഗ് ഞാൻ തെറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഇവിടെ WRONG അല്ലേ വരേണ്ടത്, ഞാൻ G എഴുതിയിട്ടില്ല. അതായത് നിങ്ങൾ എഴുതുന്ന സമയത്തും അത്തരത്തിൽ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്യാം. സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഒമിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിട്ട് കളയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് അറിയാതെ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ ഈ ഇങ്ങനെ റോങ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഉത്തരം, ഇപ്പോൾ റീഡിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റീഡിങ്ങിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം റോങ് എന്ന് പറയുന്നൊരു വേർഡാണ്. അപ്പോൾ നമ്മൾ റോങ് എഴുതുന്ന സമയത്ത് G എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മിസ്റ്റേക്ക് ആയിട്ടാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിംഗുലർ എഴുതേണ്ട സ്ഥലത്ത് നിങ്ങൾ പ്ലൂറൽ എഴുതി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പ്ലൂറൽ എഴുതേണ്ട സ്ഥലത്ത് നിങ്ങൾ സിംഗുലർ എഴുതി കഴിഞ്ഞാലോ നിങ്ങൾക്കത് റോങ് ആൻസർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല.
ഓക്കെ, അതുമാത്രമല്ല എഴുതുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ലെജിബിളായിട്ട് ഒരാൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എഴുതുക. ഓക്കെ, ചിലരൊക്കെ എസ് ഒക്കെ എഴുതുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനെയൊക്കെ എഴുതും. ചിലപ്പോൾ എസ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ആറൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ, ആറൊക്കെ എഴുതുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആറ് എഴുതുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെയാണോ എഴുതാറ് അത് എഴുതുക. പക്ഷെ ഒരിക്കലും അത് വേറൊരു വേർഡായിട്ട് നമുക്ക് തോന്നരുത്. ഓക്കെ, വേറൊരു ലെറ്ററായിട്ട് നമുക്ക് തോന്നരുത്. മനസ്സിലായില്ല? അപ്പോൾ ലെജിബിൾ ആയിരിക്കണം, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട്, നല്ല വളരെ ഭയങ്കരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വേണ്ട, പക്ഷേ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, ആൻസർ അപ്പം തന്നെ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിലേക്ക് പകർത്തുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എന്താണ്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ സമയമോ കാര്യങ്ങളൊന്നും തരുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ആൻസർ ഷീറ്റിലോട്ട് പകർത്താനായിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷോ യൂസ് ചെയ്യാം, പക്ഷേ സ്പെല്ലിങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതായത് നമുക്ക് നോക്കിയേ, COLOUR ഉണ്ട്, COLOR ഉണ്ട് കളറിന്. മനസ്സിലായോ? അപ്പോൾ ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്ത് ചെയ്യുക. ഒരിക്കലും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചെയ്യാതിരിക്കുക. മനസ്സിലായല്ലോ? പിന്നെ ഒരു ഹൈഫണേറ്റഡ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആബ്സെൻറ്റ് മൈൻഡഡ്, ഫ്ലോ ചാർട്ട്, ഇതിനൊക്കെ കണ്ടില്ലേ ഒരു ഹൈഫൺ കണ്ടില്ലേ? ഇത്തരത്തിലുള്ള വേർഡുകളൊക്കെ നമ്മൾ വൺ വേർഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്തിനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് വൺ വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ 2 വേർഡ്സ് ആയിരിക്കും. അപ്പോൾ 2 വേർഡ്സ് എഴുതേണ്ടടുത്ത് നിങ്ങൾ 3 വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോകും. അതൊക്കെ നമ്മൾ ലിസ്ണിങ്ങിലെ ടിപ്സ് പറയുന്ന സമയത്ത് പറഞ്ഞു തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറേ മിസ്റ്റേക്സ്, കുഞ്ഞു മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കിട്ടാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിക്കാൻ നമ്മൾ മാർക്ക് പോവുക. ഇവിടെ ഷോർട്ട് ആൻസർ എന്നുള്ളതിന് 6 ടൈപ്പ് ചെയ്തിട്ടില്ല, തെറ്റിപ്പോയിട്ടാണ്. വിച്ച് റിലേറ്റിന് ഇവിടെ തെറ്റിപ്പോയി, RELATE ആണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും എന്ത് ചെയ്യപ്പെടും, IELTSൽ നോട്ട് ചെയ്യപ്പെടും. നമ്മൾ എഴുതുന്ന സമയത്ത് തീരെ ശ്രദ്ധയില്ലാതെ എഴുതി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ, ആൻസർ ദ ക്വസ്റ്റൻ റിലേറ്റഡ് ടു വിച്ച് ഫാക്ഷൻ. ഓക്കെ, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാവും, 1 വേർഡ് ആൻസർ എഴുതാനായിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 വേർഡ്സ് ഉണ്ടാവും, 3 വേർഡ്സ് ഉണ്ടാവും. ഇത്തരത്തിലുള്ളതേ വരുള്ളൂ. ഒരിക്കലും 3 വേർഡിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് സാധാരണഗതിയിൽ എക്സാമിന് വരില്ല. ഓക്കെ, ഒന്നുകിൽ 1 വേർഡ്, അല്ലെങ്കിൽ 2 വേർഡ്സ്, അല്ലെന്നുണ്ടെങ്കിൽ 3 വേർഡ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. ചിലപ്പോൾ 1 വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കാം, 200 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഒന്നുകിൽ 200നെ നിങ്ങൾക്ക് ന്യൂമറിക്കായിട്ട് 200, 200 എന്ന് എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ വേർഡായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് സബ് ടു യു, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി ചില സമയത്ത് വളരെ റയറായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സിനോണിം എഴുതേണ്ടി വരും. നമുക്ക് തന്നിട്ടുള്ള ആൻസറിൻ്റെ സിനോണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തത്തുല്യമായിട്ടുള്ള സിനോണിയം, അതായത് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പദം എഴുതേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ അതിലുണ്ടാവില്ല, ടെക്സ്റ്റിലുണ്ടാവില്ല, പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകിൽ അതിനെ റീഫ്രൈസ് ചെയ്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിനോണിം എഴുതേണ്ടി വരും. ഓക്കെ, വളരെ റയറായിട്ടുള്ള സിറ്റുവേഷനാണ്. അത് മുന്നത്തെ നമ്മളിപ്പോൾ സീരീസ് ബുക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 1-2 ബുക്കൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. നിങ്ങൾ IELTSൻ്റെ സീരീസ് ബുക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ, മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കുകൾ വാങ്ങാനായിട്ട് നോക്കാം. ബുക്കുകൾ വാങ്ങാനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബുക്കുകൾ വാങ്ങാൻ പറ്റും. അപ്പോൾ 1ാമത്തെ 2ാമത്തെ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം, കാരണം അതൊക്കെ പഴയ പാറ്റേൺ ആണ്. ശരിക്കും നമ്മൾ പറഞ്ഞു ലിസണിങ്ങിനോ റീഡിങ്ങിനൊക്കെ 40 ക്വസ്റ്റൻസ് ആണ്, പക്ഷേ 1ാമത്തെ ബുക്കിൽ 41 ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടുള്ള ബുക്ക് മേടിക്കാം. പിന്നെ പറഞ്ഞിരുന്നത്, നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുക്ക്, റീസെൻ്റ് ആയിട്ടുള്ള ബുക്ക് ഏതാണോ ആ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും, നിങ്ങളുടെ പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്കത് റീഫ്രേസ് ചെയ്യേണ്ടി വരും. എന്താ പറയുക, ആ വേർഡിന് തത്തുല്യമായിട്ടുള്ള വേറൊരു വേർഡ് നിങ്ങൾക്ക് എഴുതേണ്ടി വരും, വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം. മനസ്സിലായല്ലോ? ഇൻസ്ട്രക്ഷൻസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക, കാരണം എത്ര വേർഡിലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു 1 വേർഡിലാണോ 2 വേർഡിലാണോ 3 വേർഡിലാണോ എന്നുള്ളത് ശ്രദ്ധിച്ച് എഴുതാം. കാരണം 2 വേർഡിൽ എഴുതേണ്ട സംഭവത്തിന് നിങ്ങൾ 3 വേർഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് പോകും. 1 വേർഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ 2 വേർഡ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ എത്രയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വേർഡ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കുക. അവിടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവിടെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് എത്ര വേർഡാണോ പറഞ്ഞിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. കിട്ടിയല്ലോ? പിന്നെ നോക്കി, ഇവിടെ മദർ ഇൻ ലോ എന്ന് പറയുന്നത് എന്തായിട്ടാണ് കണക്കാക്കുന്നത്? 1 വേർഡാണ്. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു ഹൈഫണേറ്റഡ് വേർഡുകളൊക്കെ എന്താണ്, ഹൈഫൺ ഇട്ടിട്ടുള്ള വേർഡുകളൊക്കെ എന്താണെന്ന് പറഞ്ഞു നമ്മൾ 1 വേർഡായിട്ടാണ് കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയായിരിക്കില്ല, സെയിം ഓർഡറിലായിരിക്കില്ല. ലിസണിങ്ങിൻ്റെ കേസിൽ പറഞ്ഞു എല്ലാതും ഇങ്ങനെ സീക്വൻസിലായിരിക്കും, ഓർഡറിലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റൈറ്റിംഗ് എന്തായിരിക്കില്ല,
അത് സീക്വൻസിലായിരിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സ്കാനിങ് എന്താണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയായിരുന്നു. സ്കാനിങ്ങിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്, എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്, ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം എടുക്കുക, എന്നിട്ട് നേരെ പാരഗ്രാഫിലോട്ട് പോവുക. ആ വേർഡ്സ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കാനിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങളപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വ്യൂവേഴ്സ് ഉണ്ടെങ്കിലാണ് എനിക്ക് നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു തിങ്ക് ഇറ്റ് ഈസ് യൂസ്ഫുൾ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്കാനിങ്ങിനെ കുറിച്ചിട്ടും സ്കിമ്മിങ്ങിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, കാരണം ഇവിടെ ഈ ഒരു കുഞ്ഞൊരു സമയം കൊണ്ട് നമുക്ക് സ്കാനിങ്ങും സ്കിമ്മിങ്ങും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല റീഡിങ്ങിൻ്റെ പലതരത്തിലുള്ള ടിപ്സ് നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് വരുന്നത്, റീഡിങ്ങിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് വരുന്നത് ട്രൂ ഫോൾസ് നോട്ട് ഗിവണും അതുപോലെ തന്നെ മാച്ചിങ് ഹെഡിങ്സ് ആണ്. അതിനെക്കുറിച്ചുള്ള ടിപ്സൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, പിന്നെ എന്താണ്, ഇൻസ്ട്രക്ഷൻസ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ തന്നെ ടൈമിംഗ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ വലിയൊരു ക്ലോക്ക് ഉണ്ടാവും, ആ ക്ലോക്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ടൈം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ടൈം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെക്ഷൻ 20 മിനിറ്റിനുള്ളിൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. 2 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 40 മിനിറ്റ് ടൈം എടുക്കാൻ പാടുള്ളൂ. ഇനി 3 സെക്ഷൻ ആണെങ്കിൽ 60 മിനിറ്റ്, ദാറ്റ് ഈസ് 1 hour നമുക്ക് 40 ക്വസ്റ്റ്യൻസും കവർ ചെയ്യണം. മനസ്സിലായല്ലോ? പിന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും പാസേജിൻ്റെ ഹെഡിങ് കണ്ടാൽ തന്നെ വിചാരിക്കും, അയ്യോ ഇതെനിക്ക് താല്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണല്ലോ, എനിക്കിത് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് മാർക്ക് കുറയും എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്ത് ടോപ്പിക് ആയിക്കോട്ടെ, നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും ആ ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയാൽ മതി. നമുക്കൊരു പർപ്പസ് ഉണ്ട്. ഇത് വായിക്കുന്നതിന് ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് വായിച്ചാൽ മതി. നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്കാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് തീരെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യനൊക്കെ കിട്ടി, ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗസ് ചെയ്യാം. കാരണം ഇതിന് എന്തില്ല, നെഗറ്റീവ് മാർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് ഗസ് ചെയ്ത് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ റീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കുഞ്ഞൊരു ഐഡിയ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. നമുക്ക് വരുന്നത് ടൈം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞു, 1 hour ആണ് ടൈം വരുന്നത്. 1 മണിക്കൂറാണ് ടൈം വരുന്നത്. എത്ര സെക്ഷൻസ് ഉണ്ട്? 3 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു സെക്ഷനിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 13 മുതൽ 14 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടാവും. ഓക്കെ, ഇനി പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞു 3 സെക്ഷൻസ് ഉണ്ട്, 3 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കണമെന്ന് പറഞ്ഞ് 20 മിനിറ്റിനുള്ളിൽ എടുക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആൻസേഴ്സ് അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ബിക്കോസ് യു വോണ്ട് ബി ഗിവൺ എക്സ്ട്രാ ടൈം ടു ട്രാൻസ്ഫർ യുവർ ആൻസേഴ്സ്. നിങ്ങൾക്ക് ആൻസർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എക്സ്ട്രാ ടൈം തരുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി ഏതെങ്കിലും വേർഡുകൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വായിക്കുന്ന സമയത്ത്, അയ്യോ ഇത് എന്തൊക്കെ വേർഡുകൾ എഴുതിയിട്ടുള്ളൂ, എനിക്കിതൊന്നും അറിഞ്ഞൂടല്ലോ, ഇതിന് മീനിങ് ഒന്നും എനിക്ക് അറിയില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങളിത് ടഫാണെന്ന് വിചാരിക്കേണ്ട. ബിക്കോസ് അത്തരത്തിലുള്ള വേർഡുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏതെങ്കിലും വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മേ ബി അത് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പാനിക് ആവേണ്ട കാര്യമില്ല. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ടൈമിംഗ് ആണ് ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour ടൈമിംഗ് ഉണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക, ലിസണിങ്ങിന് വരുന്ന സമയം 40 മിനിറ്റ് ആണ്. അതിന് തൊട്ട് ശേഷം എന്ത് വരും, നമ്മുടെ റീഡിങ് വരും 60 മിനിറ്റ്. അതിന് തൊട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് വരും, റൈറ്റിംഗ് വരും, ദാറ്റ് ഈസ് 60 മിനിറ്റ് വരും. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ അതുപോലെ തന്നെ 40 മിനിറ്റ് ആണ്. ഇത്രയും ടൈം നിങ്ങൾ ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട് ഇത്രയും ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു 3 മണിക്കൂർ എന്താണെങ്കിലും ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഇരുന്നൊന്ന് പ്രാക്ടീസ് ആക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും കുറച്ച് എഴുതി കഴിഞ്ഞാൽ മതി, ഇനിയിപ്പോൾ ബോറടിക്കണം എന്നൊക്കെ തോന്നിയിട്ട് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, മൈൻഡ് പോവും. നിങ്ങളുടെ മാർക്കിനെ അല്ലെങ്കിൽ സ്കോറിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീഡിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. റീഡിങ്ങിനെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നത് റൈറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. റൈറ്റിംഗ് അക്കാഡമിക്കും ജനറലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ പറയാം. ഇപ്പോൾ ഈ റീഡിങ് ജനറലിലെ കേസിൽ പറയുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതേപോലെ തന്നെ അക്കാഡമിക് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയാനായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ, ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.